പ്ലസ് വണ്ണിൽ ഇതുവരെ അഡ്മിഷൻ കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് വേണ്ടി എക്സ്ക്ലൂസീവായി ചെയ്യുന്ന ഒരു കണ്ടന്റാണിത്. സോ എല്ലാവരും ഈ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക. ഇനി കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയണമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റും ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ ടെയിൽസ് ഓഫ് സ്റ്റുവർട്ട് എന്ന ഇൻസ്റ്റഗ്രാം പേജിലേക്ക് നിങ്ങൾ ഫോളോ ചെയ്ത് എനിക്ക് DM ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ഡൗട്ട്സുകളും വളരെ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തംബ്നെയിലിൽ നിങ്ങൾ കണ്ടതുപോലെ തന്നെ തേർഡ് അലോട്ട്മെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നിങ്ങൾ എല്ലാവരും, അല്ലേ? അപ്പോൾ തേർഡ് അലോട്ട്മെന്റിന് അഡ്മിഷൻ കിട്ടുമോ? കുറെ പേർക്ക് ഡൗട്ടാണ്. ഞാനൊരു കാര്യം പറയട്ടെ, നിലവിൽ ഏകദേശം ഒരു 70,000-ലധികം സീറ്റ് വേക്കൻ്റ് ആണ്. സോ ഈ സീറ്റുകളിലേക്കെല്ലാം മാസീവായിട്ടുള്ള അലോട്ട്മെന്റ് ആയിരിക്കും തേർഡ് അലോട്ട്മെന്റിൽ സംഭവിക്കുന്നത്. സോ ഇതുവരെ അഡ്മിഷൻ കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് ഏകദേശം ഒരു 100-200 റാങ്കിന്റെ വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാനുള്ള ഹൈ ചാൻസ് ആണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് എല്ലാവരും ഹാപ്പി ആയിട്ടും സമാധാനത്തോടെയും ഇരിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഇനി നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെന്റിൽ ചേഞ്ച് ഒന്നും വന്നിട്ടില്ല നിലവിൽ, പക്ഷെ നിങ്ങൾ ടെമ്പററി ആയിട്ട് ഏതെങ്കിലും സ്കൂളിൽ അഡ്മിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? തേർഡ് അലോട്ട്മെന്റ് വന്നതിന് ശേഷം ചേഞ്ച് വന്നിട്ടില്ല, സ്കൂൾ ചേഞ്ച് വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ടെമ്പററി ആയിട്ട് അഡ്മിഷൻ എടുത്ത സ്കൂളിൽ നിങ്ങൾ എന്ത് ചെയ്യണം? പെർമനന്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കണം. അതല്ലാത്ത പക്ഷം നിങ്ങളുടെ സീറ്റ് അവിടെ നിന്ന് നഷ്ടപ്പെടുന്നതാണ്. ഇനി സ്കൂൾ ചേഞ്ച് വന്നിട്ടുള്ളവരാണെങ്കിൽ, അല്ലെങ്കിൽ പുതുതായിട്ട് തേർഡ് അലോട്ട്മെന്റ് അഡ്മിഷൻ കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ, ഇവരെല്ലാം തേർഡ് അലോട്ട്മെന്റിൽ പെർമനന്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. തേർഡ് അലോട്ട്മെന്റിൽ ടെമ്പററി ആയിട്ട് അഡ്മിഷൻ എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. കാരണം തേർഡ് അലോട്ട്മെന്റോട് കൂടി നമ്മുടെ മുഖ്യ അലോട്ട്മെന്റ് പ്രോസസ് അവസാനിക്കും. അതിനുശേഷം വരുന്നത് സപ്ലിമെന്ററി അലോട്ട്മെന്റ് ആണ്. സോ തേർഡ് അലോട്ട്മെന്റിൽ ഏത് സ്കൂളിൽ കിട്ടുന്നുവോ നിങ്ങൾ അവിടെ പോയി തീർച്ചയായും നിങ്ങൾ എന്ത് ചെയ്യണം? പെർമനന്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കണം. ഇനി തേർഡ് അലോട്ട്മെന്റ് നിങ്ങൾക്ക് കിട്ടിയില്ല എന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങൾക്ക് അടുത്ത ഓപ്ഷൻ എന്താണ്? സപ്ലിമെന്ററി ആയിട്ടുള്ള അലോട്ട്മെന്റ് ഉണ്ട്. ഈ സപ്ലിമെന്ററി അലോട്ട്മെന്റ് നമ്മുടെ ഫസ്റ്റ് ഇയേഴ്സിന്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം, അതായത് ഏകദേശം ഒരു ജൂലൈ 6-നൊക്കെ ശേഷമായിരിക്കും സപ്ലിമെന്ററി അലോട്ട്മെന്റിന് ഒഫീഷ്യലായിട്ട് വിളിക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ നമ്മൾ സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ പുതുതായിട്ട് അപ്ലൈ ചെയ്യണം. അതായത് നമ്മുടെ ഈ തേർഡ് അലോട്ട്മെന്റ് ഒക്കെ കഴിഞ്ഞിട്ട് എത്രമാത്രം സീറ്റ് വേക്കന്റ് ആണ് എന്നുള്ളത് ഗവൺമെന്റ് ഒഫീഷ്യലായിട്ട് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. സോ ആ വേക്കന്റ് സീറ്റുകളുടെ അടിസ്ഥാനത്തിൽ ഏതൊക്കെ സ്കൂളിലാണ് വേക്കന്റ് ആയിട്ട് സീറ്റുകൾ ഉള്ളത്, ആ സീറ്റുകളിലേക്ക് അല്ലെങ്കിൽ ആ കോഴ്സുകളിലേക്ക് വേണം നമ്മൾ സപ്ലിമെന്ററി ആയിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇനി ആർക്കൊക്കെ സപ്ലിമെന്ററിക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയും? അതായത് നിലവിൽ ഇതുവരെ ഒരു സ്കൂളിലും അഡ്മിഷൻ കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് അവരുടെ അപേക്ഷ പുതുക്കി നൽകുവാൻ കഴിയുന്നതാണ്. അതായത് നിലവിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്, പക്ഷെ നമുക്ക് ഒരു സ്കൂളിലും അഡ്മിഷൻ കിട്ടിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി കഴിയും? നിങ്ങളുടെ അപേക്ഷകൾ പുതുക്കി നൽകുവാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പൊ പുതുക്കി നൽകുന്ന സമയത്ത് ഈ വേക്കന്റ് ആയിട്ടുള്ള സീറ്റുകളിലേക്ക് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? അപ്ലൈ ചെയ്യാൻ. ഓപ്ഷൻസ് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഓപ്ഷൻസുകളിൽ സീറ്റ് വേക്കന്റ് ആയിട്ടുള്ള സ്കൂളുകളും ആ കോഴ്സുകളും ഉണ്ടെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇനി ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയും? നിലവിൽ സ്ഥിര പ്രവേശനം നേടിയിട്ടുള്ള, അതായത് മെറിറ്റ് സീറ്റിലൂടെയോ അതല്ലെങ്കിൽ കമ്മ്യൂണിറ്റി കോട്ട, സ്പോർട്സ് കോട്ട, മാനേജ്മെന്റ് കോട്ട, ഇങ്ങനെയുള്ള കോട്ടകളിലൂടെ അഡ്മിഷൻ നേടിയിട്ടുള്ള ഒരു വിദ്യാർത്ഥികൾക്കും എന്ത് ചെയ്യാൻ വേണ്ടി കഴിയില്ല? സപ്ലിമെന്ററിക്ക് അപ്ലൈ ചെയ്യാൻ നിലവിലെ സർക്കുലർ പ്രകാരം കഴിയില്ല. ഇനി ഇതിൽ എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ സപ്ലിമെന്ററി അലോട്ട്മെന്റിനോടനുബന്ധിച്ച് ഗവൺമെന്റ് ഒഫീഷ്യലായിട്ട് ഒരു സർക്കുലർ പുറപ്പെടുവിക്കും. അപ്പൊ ആ സർക്കുലറിനകത്ത് എല്ലാ ഡീറ്റെയിൽസും വളരെ കൃത്യമായിട്ടുണ്ടായിരിക്കും. ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളത്. സോ അത് വരുന്ന മുറയ്ക്ക് ഞാൻ വളരെ കൃത്യമായിട്ട് തന്നെ നിങ്ങളിലേക്ക് ആ ഡീറ്റെയിൽസ് എല്ലാം എത്തിക്കുന്നതാണ്. സോ നമ്മുടെ ചാനൽ ഫോളോ ചെയ്തിടാൻ ഒരിക്കലും മറക്കരുത്. ഇനി അടുത്തതായിട്ട് സപ്ലിമെന്ററി അലോട്ട്മെന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് ഉള്ളത് ട്രാൻസ്ഫർ ആണ്. അപ്പൊ ഈ ട്രാൻസ്ഫർ എന്നത്തേക്ക് കാണും? ട്രാൻസ്ഫർ അലോട്ട്മെന്റ് എന്ന് പറയുന്നത് സപ്ലിമെന്ററി അലോട്ട്മെന്റുകളെല്ലാം കംപ്ലീറ്റ് ആയതിനു ശേഷമായിരിക്കും. അതായത് ഏകദേശം ഒരു ജൂലൈ പകുതി കഴിയുമ്പോഴായിരിക്കും ട്രാൻസ്ഫറിന് വേണ്ടി വിളിക്കുക. അതും ഈ പറഞ്ഞതുപോലെ വേക്കന്റ് ആയിട്ടുള്ള സീറ്റ് ഗവൺമെന്റ് പബ്ലിഷ് ചെയ്യും. ആ സീറ്റിലേക്ക് വേണം നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ട്രാൻസ്ഫറിനെ പറ്റിയിട്ട് നമ്മൾ ഒത്തിരി റീലുകൾ നിലവിൽ ഷോർട്സുകൾ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ കാണുക. എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ വളരെ കൃത്യമായിട്ട് തന്നെ ചോദിക്കുക. അപ്പോൾ തന്നെ നിങ്ങൾ ഇപ്പൊ നിലവിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാനുള്ള ഒരു ചാൻസ് വളരെ കൂടുതലാണ്. ഏത്? തേർഡ് അലോട്ട്മെന്റ് വഴി. കാരണം മാസീവായിട്ടുള്ളൊരു അഡ്മിഷൻ പ്രൊസീജിയർ ആയിരിക്കും നടക്കുന്നത്. സോ അഡ്മിഷൻ കിട്ടാത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും അഡ്മിഷൻ കിട്ടും. അതില്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കിട്ടിയിട്ടില്ലെങ്കിൽ കമ്മ്യൂണിറ്റി കോട്ട, മാനേജ്മെന്റ് കോട്ട ഒക്കെ അഡ്മിഷൻ പുറകിനായിട്ട് വരും. അത് കഴിഞ്ഞ് സപ്ലിമെന്ററി ഉണ്ട്. സോ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക, സമാധാനത്തോടെ ഇരിക്കുക, നിങ്ങൾ നല്ല പ്രതീക്ഷയോടെ ഇരിക്കുക. അപ്പൊ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഹാപ്പിനെസ് ഉള്ള ന്യൂസ് തന്നെ കിട്ടും. സോ നിങ്ങളെല്ലാം ഹാപ്പി ആയിട്ടിരിക്കുക. നിങ്ങൾക്ക് എന്ത് സഹായത്തിന് നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് തരാനും ഞാനും എൻ്റെ പേജും ഇവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ ബൈ ബൈ.